ഇതാ ജാനകി ചായ. എന്നാ കടി? ചക്കക്കുരു ചുട്ടത്. ഓ നല്ല കടി തന്നല്ല. ഇങ്ങാടി ഇരിക്കറ. ആ ചക്കക്കുരു ചായ. മഴയത്ത് പറ്റിയ കടി തന്നെ ഇത്. ആ അതിനട്ടോ പണ്ടിന്റെ കാലത്ത് തിന്നാൻ പറ്റിയ നല്ല കടി തന്നെ. അല്ലപ്പം ഞാൻ ചെമ്മീനാട് കൊണ്ട് കൊടുത്തിട്ടില്ലേ? അതിന്റെ താഴോട്ട് പോയിട്ട് ഒരു വരുമ്പം കൊടുക്കാം. ഓ അച്ഛനമ്മി ചായ കുടിക്കുന്നു. ആ ചായ കുടിക്കാന്നോളൂ. നീ അടിയവന് ഞാൻ ആടിയല്ലേ തങ്കമേനൊക്കെ പോയതാണ്. അപ്പൊ മഴയും വന്നു ചാടുന്നൊരു കൊടയെടുത്തിട്ടുണ്ട്. നമുക്ക് ചുട്ട ചക്കക്കുരു വേണല്ലോ. ഇതാ ഞാൻ ചക്കക്കുരു ചുട്ടില്ല. മഴയത്ത് നല്ലതാണ്. ഒന്നും അതിമേ നല്ല മധുരമുണ്ടല്ലോ. ഞാനങ്ങോട്ട് പോന്നേ. നേരത്തെ പോയി അങ്ങോട്ട്. ഓലനെ കൊറച്ച് മീനിതാ. ആ ചെമ്മീൻ എടുത്തു വെച്ചക്കറാ. ചെമ്മീൻ നാരായണ നല്ല ഇഷ്ടാണ്. അവന് കറിയാക്കി കൊടുത്തേ. അപ്പൊ നിങ്ങള് നാരായണ ഇഷ്ടമില്ല തന്നെങ്കുണ്ട്. എല്ലാ മീനും ഇഷ്ടമാണ്. ഞാൻ പോവേ. അച്ഛനെന്താ സ്നേഹം മോനോട് ഇടക്കിടക്ക് മീനെല്ലാം മേടിച്ചു കൊടുക്കുന്നത്. അമ്മ എന്താ മേടിച്ചു തരുമോ ചോദിച്ചാൽ എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് പറയും. മീനെ കൊണ്ട് അന്ന് ആക്കണ്ട. ഇത് നുള്ളുമ്പോ തന്നെ സമയം കൊടുക്കും. കുറച്ച് ചെറിയുള്ളി ഉണ്ട്, അതിട്ടിട്ട് റോസ്റ്റായിട്ട് ആക്കാൻ തോന്നും. ഇതെന്ത് ചെമ്മീനാണ്? കാരച്ച മീനാണ്. ഈ മഴയെന്നായി കളിച്ചുട്ടിന്ന് ചാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ശക്തിയായി പെയ്യുക അതുമില്ല. ഇങ്ങനെ നോക്കറ കുറച്ച് ചൂട് കുറയട്ടിന്. മഴക്കാലമേഘം വന്നു മഴ ഊഞ്ഞാലാടിയതോ. നാരായണൻ കോരാണല്ലേ പോയി വന്നിട്ടുണ്ടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു തരാൻ പറയായിരുന്നു. എനക്കാന്ന് കണ്ണ് അരിഞ്ഞ് വെള്ളം ചാടിക്കൊണ്ടിരിക്കൂല്ലേ. നമ്മളെ പൂച്ചേനൊന്നും ഇന്ന് കാണുന്നില്ലല്ല. മറ്റേ മീനെടുത്ത് പുറത്ത് വേണ്ട അപ്പൊ കിടിയെത്തും. ഓ അതിന് പറയും ഇതിന്റെ തോലൊന്നും തിന്നാൻ പറ്റൂല. ഓ നിന്റെ അച്ചാച്ചൻ കുറച്ച് ചെമ്മീൻ തന്നിന്. നിന്റെ അച്ഛനോടത്തെ പറഞ്ഞിട്ട് അതാക്കുന്ന എന്നീന്ന് ഒരു ഓഹരി നിൽക്കുന്നേരാട്ടാ. എന്നും കാക്കുന്നു. റോസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചിനെ. അങ്ങനെ ചെമ്മീൻ ഉള്ളി എടുത്തിട്ടുണ്ട്. എത്ര സമയമായി ഞാൻ ഉള്ളുന്ന. ചെമ്മീൻ കൊണ്ടുവന്ന് ഇതന്നെ ഒരു പണിയാണ്. ആനക്കെടുപ്പത് പൊന്നും കൊണ്ടേ. മീൻ കിട്ടീനാ? ഓ നിങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നിട്ട് നിങ്ങളെ അച്ഛൻ വാങ്ങിക്കൊണ്ടല്ലേ ആക്ക് പണിയാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഒരു റെസ്റ്റ് ഉണ്ടാവൂല. ഇപ്പൊ ഉണ്ടാവും ഒന്നും കഴിക്കുക. ചെമ്മീനാണ് ഇതാ. ഓ അച്ഛൻ വാങ്ങിനാ? ഉഷാറാക്കിണ്ട അച്ഛൻ. നാരായണന് ഉള്ളി മുറിക്കാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പണിയെടുക്കട്ടെ. കഴുകി വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് പാകത്തിന്. ഇതൊന്ന് മസാല കൂട്ടി ചേർക്കട്ടെ. കുറച്ച് സമയം കല്ലുപ്പായതുകൊണ്ട് അച്ചയാക്കുന്നുണ്ട്. എല്ലപ്പോ നിങ്ങൾ ഉള്ളി തക്കാളി മുറിക്കുന്ന കുറെ സമയം ആയിട്ടേ. ഇതാ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എന്നെ കൊണ്ട് എല്ലാം മുറിപ്പിച്ചു കേട്ടാ. എന്നവർ വേഗം നോക്ക് പരിപാടി. അപ്പോൾ ഇത് മസാല വട്ടി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അല്ലേ? വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടാ. അപ്പോൾ ഇത് പൊരിഞ്ഞിട്ടുണ്ട്. കോരി മാറ്റാം. കുറച്ചുകൂടെ പൊരിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ ചെമ്മീനിൽ നല്ല വൃത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ നമ്മൾ റോസ്റ്റ് ആക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, കടുക് ഇട്ട് കൊടുക്കുക. ആദ്യം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി,
അടുത്ത് നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. നമ്മളെ പ്രധാന ചേരുവ ചെറിയുള്ളി ചെമ്മീൻ റോസ്റ്റ്. പച്ചവളം കൂടി ഇട്ട ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയാണ്, ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുന്നില്ല, ഇതിന് നല്ലോണം ഉപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് ഉപ്പിടുന്നില്ല. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണൽ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടോളം ഒഴിച്ച് കൊടുക്കുക, ഒരു കപ്പ് അല്ലേ. മതിയില്ലേ? തിളക്കട്ടെ. മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊരിച്ച് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കി ഒന്നുകൂടെ നമ്മൾ മസാലയ്ക്ക് വേഗട്ടെ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയേ, കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത് 5 മിനിറ്റ് കൂടെ ഇത് എടുത്തിട്ടെ. ഓക്കെ, നമ്മുടെ ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. അപ്പൊ ഞാനും നട്ടു അത്തായം കഴിക്കലായി അല്ല ഷൂ. നവല് നേരത്തെ പെരക്ക് തിന്നൂട്ടാ, ഓ വീഡിയോ ഒക്കെ നിന്നില്ല. അപ്പോ എങ്ങനെയുണ്ട് റോസ്റ്റാ? അപ്പൊ ഇന്നത്തെ കറി പറഞ്ഞാല് നമ്മുടെ സ്പെഷ്യൽ ചെറുള്ളി, നമ്മുടെ ചെമ്മീൻ റോസ്റ്റും, നമ്മുടെ ചക്കക്കുരു പരിപ്പ് കറി, നമ്മുടെ വള്ളിമാങ്ങ കുറേ നാളായിട്ട് ഇപ്പോൾ സ്ഥിരം ഉണ്ടാകുന്ന സാധനമാണ്. ആദ്യം നമ്മുടെ റോസ്റ്റ് ചേർത്ത് എടുക്കുക. ചോറിലൊന്ന് കുഴച്ച് നോക്കട്ടെ. നട്ടു നല്ലതാ പറഞ്ഞിട്ടുണ്ട്. രസമുണ്ടല്ലോ. ആ ചെറിയുള്ളിയുടെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാ. ഇത് മറ്റേ സാധാരണ സവാള ഇട്ട് കഴിഞ്ഞാൽ മധുരമൊഴി ഉണ്ടാവും. ചെറിയ ഒരു പ്രത്യേക സ്വാദാണ്. സംഭവം സൂപ്പറോട്ടാ. എന്നാ പിന്നെ അമ്മ കഴിക്കട്ടോട്ടാ, മറ്റേതാട്ടോ. ഓക്കെ.